കുറവുള്ള കുട്ടികളെയും ഒരു പരാജയം വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഒരല്പം പുറകിൽ നിൽക്കുന്ന കുട്ടികളോടുമൊക്കെ വലിയ അസഹിഷ്ണുതയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറേ മിടുക്കന്മാരെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളും കുറേ മിടുക്കന്മാരെ സൃഷ്ടിക്കുന്ന ഒരു മാർക്കറ്റും ഒക്കെ ഉണ്ടാക്കി എല്ലാവരെയും ഡോക്ടർ, എഞ്ചിനീയർ, IAS എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ പലപ്പോഴും അതിന് സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ അതിലേക്ക് വരാൻ പറ്റാത്ത ആ സ്കെയിലിൽ ഫിറ്റാവാത്ത ആൾക്കാരെയൊക്കെ ആക്ഷേപിക്കുകയും അവരെയൊക്കെ മോശമായി കാണുകയും അവരെയൊക്കെ ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഉണ്ടെന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഓരോ കുഞ്ഞും അസാധ്യമായ സാധ്യതകളുള്ളവരാണ്. അവരെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടും സ്നേഹത്തോടും ചേർത്ത് പിടിച്ചുമൊക്കെ കൈകാര്യം ചെയ്യാമെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളിലും ഒരു സാധ്യത കണ്ടെത്താനായിട്ട് സാധിക്കും. ചന്തയ്ക്ക് അത്തരം കാര്യങ്ങളെയൊന്നും കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ മാതാപിതാക്കൾ ആ ചന്തയുടെ ഒരു സംസ്കാരത്തിലേക്ക് വീഴരുത്. നമ്മൾ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്താൽ അവരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുറവുകളോടും വീഴ്ചകളോടും പരാജയങ്ങളോടും ഒക്കെ വലിയൊരു അസഹിഷ്ണുതയുള്ളൊരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് അവർക്കൊന്ന് മാർക്കൊക്കെ കുറഞ്ഞു പോയാൽ അവരോടുള്ള പ്രതികരണമൊക്കെ പലപ്പോഴും വളരെ മോശമാണ്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളെയും കാണുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചെറിയ കുട്ടികളൊക്കെ ഒരു സ്കൂളിൽ നിന്ന് മാർക്ക് കുറഞ്ഞു വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ പരാജയപ്പെട്ടു വരുമോ ഒരു വീഴ്ച സംഭവിച്ച് വരുമോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, അവരൊരുപാട് ദുഃഖിക്കുന്നുണ്ട്. അത് ആദ്യം സ്വാന്തനപ്പെടുത്തുകയും അവരെ അതിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല ജ്ഞാനമുള്ളൊരു പേരൻറ്റ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ പലപ്പോഴും അവരോട് വളരെ മോശമായിട്ട് പെരുമാറുകയും മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുകയും മാർക്ക് കുറഞ്ഞു പോകുന്നവർക്കൊന്നും ഒരു സാധ്യതയില്ലെന്നോ അല്ലെങ്കിൽ തോൽവിയൊക്കെ ലോകത്തിലെ വലിയ ദുരന്തമാണെന്നോ ഒക്കെയുള്ള രീതിയിൽ അവരോട് ഇടപെടുമ്പോൾ അവർക്ക് കിട്ടുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങളിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടും. ഒന്നാമത്തെ ഏറ്റവും പ്രധാനമാണ് പേരൻസിൽ മക്കൾക്ക് വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത്. വിശ്വാസം എങ്ങനെയാണ് കുട്ടികൾ നേടിയെടുക്കുന്നത്? കുട്ടികൾക്ക് വിശ്വാസം ലഭിക്കുന്നത് അവരുടെ വീഴ്ചകളിലും പ്രയാസങ്ങളിലും ഒക്കെ അവരുടെ കൂടെ നമ്മൾ കട്ടയ്ക്കുണ്ട് എന്ന് കാണുമ്പോഴാണ് അവർക്ക് നമ്മളോട് വിശ്വാസം ഉണ്ടാകുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ തോൽക്കാനൊന്നും പാടില്ല, പരാജയപ്പെടാൻ പാടില്ല, വീഴ്ച പാടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് ഏതൊരാളും ഒരു മാസ്റ്ററായി തീരുന്നത് വീണാണ്. ഒരാൾ നടക്കാൻ പഠിക്കുന്നത് വീണാണ്. ഒരു കളിയിൽ ജയിക്കുന്നത് പരാജയപ്പെട്ട് തന്നെയാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ ജീവിതത്തിൽ നാളെ അറ്റംപ്റ്റ് ചെയ്യാൻ മടിക്കും. കാര്യം ഈ പരാജയത്തെ പേടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ മീഡിയോക്കറായിട്ട് കംപ്ലീറ്റ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. എത്രയും ചുരുങ്ങിയ ഒരു ലെവലിൽ നിൽക്കുക. പല കുട്ടികളും ഉണ്ട് അങ്ങനെ. അവർ വലിയ കാര്യങ്ങളൊന്നും അറ്റംപ്റ്റ് ചെയ്യത്തില്ല. കാരണം അവർക്ക് പേടിയാണ്, തോൽക്കുമെന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ വീഴുമെന്നുള്ള പേടിയാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു ബിസിനസ് രംഗത്തേക്കൊക്കെ ഇറങ്ങാൻ, റിസ്ക് എടുക്കാൻ, ഒരല്പം അഡ്വഞ്ചറസ് ആകാനൊക്കെ ധൈര്യമുള്ള കുട്ടികൾ വളരെ കുറവാണ്. ചെറുപ്പക്കാർ വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, നമ്മൾ ചെറിയ പ്രായത്തിൽ തോൽവിയെക്കുറിച്ചുള്ള വലിയൊരു മാഗ്നിഫൈഡ് ഇമേജ് അവരുടെ മനസ്സിൽ നൽകുകയാണ്. തോറ്റു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. തോൽവി എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷയം അവരുടെ മനസ്സിലേക്ക് കൊടുക്കുക. മൂന്നാമത്, ഇത്തരത്തിലുള്ള പ്രവണത കൊണ്ട് അവർക്ക് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാനും ലേൺ ചെയ്യാനും പറ്റത്തില്ല. ഒരു കുട്ടി മാർക്ക് കുറഞ്ഞു വരുന്നു, വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അവന് തോറ്റിട്ട് വരുന്നു, അവനോട് കിടന്ന് ആക്രോശിക്കുകയും ബഹളം വയ്ക്കുകയും അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ തെറ്റെവിടെയാണെന്ന് മനസ്സിലാക്കാനോ അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനോ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യാനോ ഉള്ളൊരു സാധ്യത തന്നെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. കാരണം അവിടെ ഒരു വലിയ വൈകാരിക തലത്തിൽ കാര്യങ്ങളെ കാണുകയും വസ്തുനിഷ്ഠമായിട്ടുള്ള എല്ലാ അനാലിസിസിനുള്ള ഓപ്ഷൻസും നമ്മൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഒരു കുട്ടി ഓടി വന്ന് വീഴുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വീണ് കരയുന്ന കുട്ടിയെ എടുത്ത് രണ്ടടിയും കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരു രോഗമാണ്. ഇത്തരത്തിലുള്ള വൈകാരിക തലത്തിലാണ് മാതാപിതാക്കൾ നിൽക്കുന്നതെങ്കിൽ കുട്ടികളെ നമുക്ക് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പേരൻറ്റിങ് സ്കില്ലെന്ന് പറയുന്നത് ക്ഷമയാണ്, പെർസിവറൻസാണ്, കാത്തിരിക്കാനുള്ളൊരു കഴിവാണ്. അവർ പതുക്കെ ഇമ്പ്രൂവ് ആയിക്കോളും. ഒരു കുട്ടിക്ക് തോൽവിയോ പ്രയാസമോ പ്രശ്നമോ വരുമ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം എന്താ, ആ കുട്ടിയുടെ ആ തോൽവിക്കുള്ള കാരണം എന്താ, അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനിയും കുട്ടിയിൽ തന്നെ അല്ല പല കാരണങ്ങൾ. ഇപ്പോൾ തന്നെ ജെനറ്റിക്സ്, നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ജെനറ്റിക്സ് അച്ഛൻ്റെയും അമ്മയുടെയും ജെനറ്റിക്സിൽ നിന്നാണ് ആ കുട്ടിയുടെ ബുദ്ധിയും ആ കുട്ടിയുടെ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അച്ഛനും അമ്മയ്ക്കും ഉള്ളതിൽ കൂടുതലൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന തന്നെ ഒരു ആർത്തിയാണ്, ഒരു രോഗമാണ്.
അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന ഒരു സൗഹൃദപരവും ഡെവലപ്മെൻറ്റലുമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഒരു കുട്ടിക്ക് വളർന്നു വരാൻ ഏറ്റവും പ്രധാനമാണ്. മൂന്നാമതായി കുട്ടികളുള്ള നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ കുട്ടിയുടെ ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പരാജയമോ പ്രയാസമോ വിഷമമോ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല തുറന്ന മനസ്സ് മാതാപിതാക്കൾക്ക് വളരെ ആവശ്യമാണ്. ചിലപ്പോൾ ആ കുട്ടിയുടെ ബുദ്ധിശക്തി അത്രയൊക്കെ കാണുള്ളൂ. ചിലപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി കാണും, അല്ലെങ്കിൽ കുട്ടി ഹൈപ്പർ ആക്റ്റീവോ അറ്റൻഷൻ ഡിസോർഡറോ ഒക്കെ ഉള്ള കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ലെവലിൽ ആ കുട്ടിക്ക് ധൈര്യമില്ല, പേടിയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം? ഇത് ഒരു തോൽവി തെറ്റല്ല. ഒരു തോൽവി തെറ്റാണെന്നൊരു കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റാണ്. മാത്രമല്ല, നമ്മൾ ഇത്തരം കുട്ടികൾ അവരെക്കാളും കുറഞ്ഞവരോടും അവരെക്കാളും തോൽവിയുള്ളവരോടും അവരെക്കാളും വിഷമങ്ങൾ അനുഭവിക്കുന്നവരോടൊന്നും ഒരു അനുകമ്പയും അവർക്ക് ജീവിതത്തിലുണ്ടാവില്ല. അവരിലെ ഒരു ഇൻസെൻസിറ്റിവിറ്റിയാണ് നമ്മൾ ഇതിലൂടെ വളർത്തിയെടുക്കുന്നത്. അവർ സെൻസിറ്റീവായിട്ട് ലോകത്തോട് പ്രതികരിക്കണമെങ്കിൽ നിങ്ങളും നാളെ വീഴ്ച വരുമ്പോൾ, നിങ്ങൾക്ക് നാളെ വീഴ്ച വരുമ്പോഴോ, നിങ്ങൾക്ക് ആരോഗ്യം കുറയുമ്പോഴോ, നിങ്ങൾക്ക് ബലം ക്ഷയിക്കുമ്പോഴോ, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴോ നിങ്ങളോടും ഇതേ ആറ്റിറ്റ്യൂഡായിരിക്കും ഈ കുട്ടി വളർന്നു വന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അളന്നു കൊടുക്കുന്ന അതേ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ വലിയ നാഴിയിലായിരിക്കും നമുക്ക് അളന്ന് കിട്ടുക എന്നുള്ള കാര്യവും കൂടെ ഓർത്തോണം. വളരെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും കുട്ടികളുടെ സ്വഭാവത്തിലും മൂല്യത്തിലും സംസ്കാരത്തിലും മേന്മകൾ സൃഷ്ടിക്കാനും കഴിയില്ല. ഒരുപക്ഷെ നമുക്ക് അടിച്ചും വഴക്ക് പറഞ്ഞുമൊക്കെ സമ്മർദ്ദം ചെലുത്തിയൊക്കെ ജയിപ്പിച്ചെടുക്കാനും എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ അതൊക്കെ ഒരു ഭംഗിയില്ലാത്ത രീതിയിലായിരിക്കും ആയി വരിക. നേരെ മറിച്ച് അതിനോടൊക്കെ നമ്മളൊന്ന് ക്ഷമിക്കുകയും സഹകരിക്കുകയും അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു കടമയും വലിയൊരു സ്നേഹവും വലിയൊരു കടപ്പാടും ഒക്കെ അങ്ങനെ ചെയ്യുന്നവരോടുണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഞാൻ അധ്യാപകരോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ മിടുക്കരായ കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ടല്ല നിങ്ങൾ വിജയിക്കുന്നത്. പലപ്പോഴും ഒരു ടീച്ചർ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് കുറവുള്ള കുട്ടികളെ മികവുള്ളവരാക്കുമ്പോഴാണ്. അത്തരം കുട്ടികളാണ് ഈ ടീച്ചറിനെ തേടി പിന്നീട് വരുന്നത്. ഈ മിടുക്കുള്ളവരെ വരുമ്പോൾ മുൻവശം കാണാൻ, പോകുമ്പോൾ പുറവശം കാണാം. അവരെ പിന്നെ കാണാനൊന്നും പറ്റില്ല. അതേസമയം നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവരെ സഹായിച്ച് അവരെ മിടുക്കരാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അധ്യാപകരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അന്വേഷിച്ച് ആ കുട്ടികൾ എന്നും വരും, ഒരു സംശയമില്ല. ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്ന് അവരുടെ വിഷയങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ തന്നെയാണ് നാളെ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കുട്ടികൾ നമുക്ക് തിരിച്ചു വരുന്നതും അതേ നിലപാട് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത് വെറുതെ തട്ടിക്കൂട്ടി ഒരു ജയം സമ്പാദിക്കുന്നതിൻ്റെയോ ഒരു ജോലി സമ്പാദിക്കുന്നതിൻ്റെയോ ഒന്നും വിഷയമല്ല. ഒരു ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു നല്ല പ്ലാനിങ്ങോടുകൂടി, നല്ല ആഴത്തിലുള്ള ചിന്തകളോടുകൂടി, ആഴത്തിലുള്ള ദർശനത്തോടുകൂടി കുഞ്ഞുങ്ങളെ വളർത്തണം. കാരണം നമ്മളിന്ന് അളന്നു കൊടുക്കുന്നതൊക്കെയാണ് നാളെ തിരിച്ചവർ അളന്ന് തരുന്നത്. കുട്ടികളുടെ ഓർമ്മകളിലൊക്കെ അവരുടെ ജീവിതത്തിൽ നമ്മൾ നൽകിയ സംഭാവനകളൊക്കെ എന്നും ജ്വലിച്ച് നിൽക്കണം. നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്ത ക്ഷമകളൊക്കെ ജ്വലിച്ച് നിൽക്കണം. അവർക്ക് വേണ്ടി നമ്മൾ സഹിച്ചതും, അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തതും, അവർക്ക് വേണ്ടി മാറി നിന്നതും, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത ത്യാഗങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ എന്നും ഓർമ്മകളായി ജ്വലിച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് നമ്മുടെ ജീവിതത്തോടും അതേ ആ ഒരു മനോഭാവം ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മളോട് മാത്രമല്ല, ഞാനെപ്പോഴും പറയാറുണ്ട്, ഇന്ന് അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ വളരെ സെൻസിറ്റീവായി നിന്നാൽ നാളെ നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ, ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ, ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ മാത്രമല്ല, പ്രശ്നമുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ അവരും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ജനതയെ, അങ്ങനെയൊരു സമൂഹത്തെ, അങ്ങനെയുള്ള മക്കളെയൊക്കെയാണ് നമ്മൾ ലോകത്ത് സൃഷ്ടിച്ചെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ അവരിൽ നിന്ന് ഈ ലോകത്തിന് നല്ല കോൺട്രിബ്യൂഷൻസൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ പരാജയങ്ങളോടും വീഴ്ചകളോടുമുള്ള ഒരു അസഹിഷ്ണുതയും അനാവശ്യമായൊരു മെറ്റീരിയലിസവും ഒക്കെ കളയുക. ഒരു കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ മിടുക്കരെന്ന് പറയുന്ന പല കുട്ടികളും യഥാർത്ഥത്തിൽ മിടുക്കരൊന്നുമല്ല. അവർക്ക് അക്കാഡമിക്കായിട്ട് മിടുക്കുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളിലും അവരിലും കുറവുകളുണ്ട്. ആരും ഒന്നിലും പൂർണ്ണമായും മിടുക്കരല്ല. കുറവുകളുണ്ടെന്ന് നമ്മൾ കരുതുന്ന കുട്ടികൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ മിടുക്കരാണ്. ഇന്ന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. മറ്റെന്തൊക്കെയോ കഴിവുകൾ. ഒരു കുട്ടിയും യൂസ്ലെസ്സായി ലോകത്തിലേക്ക് വരുന്നില്ല. ഇൻഫാക്റ്റ് ഹി ഓർ ഷീ ഈസ് യൂസ്ഡ്ലെസ്. ഒരു കുട്ടിയും കെയർലെസ് ആയിട്ട് ഈ ലോകത്തേക്ക് വരുന്നില്ല. അവർ കെയർഡ്ലെസ്സാണ്.
നമ്മൾ ശരിക്കും അവരെ ഒന്ന് നല്ല രീതിയിൽ ഊഷ്മളതയോടെ അവരെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്താൽ എല്ലാ കുട്ടികളിലും സാധ്യതകൾ കാണാൻ കഴിയും, എല്ലാ കുട്ടികളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയും, എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കാനും കഴിയും. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരും ആകണം എന്ന് വിചാരിച്ച് പോകരുത്. കാരണം ഇത് ഫാക്ടറി അല്ല, ഇതൊരു മനുഷ്യജീവനാണ്. ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതൊക്കെ നമുക്കൊരുപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇത് മനുഷ്യജീവനാണ്. ഈശ്വരൻ ആരെയും പിന്നെ ഫോട്ടോ കോപ്പി ആയിട്ടല്ല ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. ഓരോരുത്തരും യൂണീക്കാണ്, ഓരോരുത്തരും ഡിഫറെൻ്റാണ്. അവരിലെ ആ ഡിഫറൻസ് എന്താണെന്ന് ഡിസ്കവർ ചെയ്ത് അവരെ പൂർത്തീകരിക്കാൻ നമുക്കെല്ലാവർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ക്ഷമയോടെ, സ്നേഹത്തോടെ, ഒരല്പ സഹനത്തോടെയൊക്കെ സമീപിച്ചാൽ എല്ലാ കുട്ടികളെയും ഉജ്ജ്വലമാക്കാൻ ഈ ലോകത്ത് സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. താങ്ക് യു സോ മച്ച്.